എഫിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം വെള്ളാപ്പള്ളി നടേശനാണെന്ന് INL. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ന്യൂനപക്ഷങ്ങളെ മുന്നണിയിൽ നിന്നും അകറ്റി. ഇടതു മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും പരാജയത്തിലേക്ക് നയിച്ചുവെന്നും INL നേതാക്കൾ പറഞ്ഞു. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ വിവാദമായ പ്രസ്താവന വന്നപ്പോൾ നവോത്ഥാന മുന്നണി ഉണ്ടല്ലോ സമിതി, അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് അനൗചിത്യമാണെന്ന് ആദ്യമായി പറഞ്ഞ ഞങ്ങളായിരുന്നു. ചാനലുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം. അതിനുശേഷം കുറേ സംഭവവികാസം നടന്നു. നമ്മൾ 2 ആഴ്ച കൊണ്ട് ആ പ്രശ്നത്തിൽ നമ്മൾ അവിടെ വെച്ചു. പക്ഷെ ഇത് ഒരു വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് പ്രശ്നം നിലക്കുള്ള ഒരു പ്രചാരണം. അത് ഏത് തരത്തിലാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ സംഭവം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, LDFന് നേരിടേണ്ടി വന്ന കനത്ത പരാജയത്തിൽ അതിൽ വെള്ളാപ്പള്ളി ഫാക്ടർ വലിയൊരു ഘടകമാണെന്ന അഭിപ്രായമാണോ INLന്? അതിദിവ്യ, തെരഞ്ഞെടുപ്പിൽ LDF വലിയ പരാജയം നേരിട്ടതിനു ശേഷമാണ് ഇന്ന് INLന്റെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് വെച്ച് ചേർന്നത്. ആ സംസ്ഥാന സമിതി യോഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തന്നെയാണ് LDFന്റെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിലയിരുത്തലിലെത്തിയത്. വെള്ളാപ്പള്ളി നടേശന്റെ നിരുത്തരവാദ പ്രസ്താവനകളും അഭിപ്രായങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇടതു മുന്നണിക്കെതിരെ തിരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില കാരണങ്ങൾ കൂടി. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഇതിനുശേഷം മുഖ്യമന്ത്രി കാറിൽ കയറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അക്കാര്യങ്ങളൊന്നും തന്നെ പ്രതികരിക്കാൻ INL നേതാക്കൾ തയ്യാറാകുന്നില്ല. മറ്റൊരു കാര്യം, ഇടത് ജനാധിപത്യ മുന്നണിയുടെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചരണം അണികളെ രോഷാകുലരാക്കുകയും സംഘടനാപരമായ വീഴ്ചകൾ രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി INL നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷം അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചു എന്നുള്ളതാണ് INLന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇനി LDF നേരത്തെ തീരുമാനിച്ചതുപോലെ താഴേക്കിടയിലേക്ക് ഇറങ്ങി അണികളിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷം വലിയൊരു തിരുത്തലിന് തയ്യാറാകും. അത് INLലും ആ തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകും. അതിനുശേഷം തിരിച്ചു വരാനാകുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് INL പങ്കുവെക്കുന്നത്. ശരി.